നാം ഉപദ്രവിച്ചിട്ടുള്ളവരോട് നാം മാപ്പ് ചോദിക്കണം. നമ്മോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് നാം ക്ഷമിക്കണം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ അത് ചൊല്ലി. ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും ഞങ്ങൾക്കും ക്ഷമ നൽകണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആ ഒരു ക്ഷമ എന്ന് പറയുന്നത് വൺമയാണ്. അവൻ എന്നോടാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അവൻ വന്ന് ക്ഷമ ചോദിക്കട്ടെ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, അവരോട് പോയി ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ഇറങ്ങി ചെയ്യുവാനായിട്ട് സാധിക്കണം. അവൻ നമ്മളോട് ചോദിച്ചാലും നാം അവനോട് ചോദിച്ചാലും ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് വലിയ ടെൻഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത് ഒരു പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ സ്വർഗീയ ലോർഡ്സ് പ്രയറിൽ, കർത്തൃ പ്രാർത്ഥനയിൽ നാം എപ്പോഴും അത് ചൊല്ലുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് ആ പ്രാർത്ഥന വളരെ സീരിയസ് ആയിട്ട് സിൻസിയറായിട്ട് ചൊല്ലുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ രീതിയിൽ നാം ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ക്ഷമിച്ച് പുറത്തു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും. വർഷങ്ങളായിട്ട് തമ്മിൽ സംസാരിക്കാത്ത, അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ട് സംസാരിക്കാത്ത വിഷയങ്ങൾ വരെയുണ്ട്. നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് വെച്ച് അമ്മയ്ക്കും ടെൻഷനാണ്, മക്കൾക്കും ടെൻഷനാണ്. ഇത് സന്തോഷമായ കാര്യമല്ലല്ലോ മാറി നിൽക്കുക എന്നുള്ളത്. നിങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ചെറുതും വലുതുമായുള്ള വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടാകാം. പക്ഷെ അത് മറക്കുവാനും പൊറുക്കുവാനും പറഞ്ഞു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യണം. പക്ഷെ അത് ഒരിക്കലും അത് വളർന്നു വരുവാനോ അത് അങ്ങനെ വർഷങ്ങളിലേക്ക് കടന്നു പോകുവാനോ ഇടയാകാതെ ശ്രമിക്കണം. കാരണം നാം ഒരാളുമായിട്ട് തെറ്റി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത് ശരിയല്ല. അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതല്ല കർത്താവ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ അവസരം ദൈവികമായിട്ട് ദൈവസ്നേഹം പ്രചരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളോടൊന്ന് ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 2 കുടുംബങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി, പുതിയൊരു കുടുംബം വന്നു. ഇവിടെ ചുറ്റുപാടുമൊക്കെയും പുതിയ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെയും കൂടുതലായിട്ട് ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കട്ടെ. ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഉത്തേജനവും അവരിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ അടുത്തുള്ള സ്ഥലം ഫോർക്ലോഷർ ഇട്ടിരിക്കുകയാണെന്ന് കേട്ടു. ദൈവം അനുവദിച്ചാൽ ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലൊക്കെ ചിന്തിക്കുക. ഇത് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ സഭയുടെ ഒരു ചൈതന്യമായി ഈ ദേശത്ത് ശോഭിക്കുവാൻ ഈ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇവിടെ വരുവാനായിട്ട് ദൈവം കരുണ ചെയ്തു. ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുന്നു. ബലഹീനായ എന്നെ ഓർത്തും നമ്മുടെ ഭദ്രാസനത്തെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ശരീരം ഭക്ഷിച്ച് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. എല്ലാവരും വന്ന് ശ്രീകാന്തി വഴിപാടിട്ട്
I'm the cake Tasha. Daddy. ഇപ്പോഴത്തെ കാലം മാറിയ പണ്ടങ്ങനെയല്ല. ചോറെടുക്കുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഒരു യൂണിറ്റ് മോനെ പിടിക്കണം. നമ്മൾ പരിചയപ്പെട്ടായിരുന്നോ? കണ്ടു അന്ന് ഞാൻ പറഞ്ഞു അറിയാം. അവിടെ പെരുമാ എവിടെ കിഴക്കമ്പലത്തെ ശരി. എവിടാ പഠിച്ചൊക്കെ? ഏത് ഇയറാ? ഞാൻ മുമ്പ് കഴിച്ചു. അല്ല, ഞാൻ 91. ഞാൻ 86 പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ 2 വർഷം പറഞ്ഞു. കൊളംബിയെന്ന് വന്നാണ് കസ്റ്റേഷൻ ഉണ്ടല്ലോ. പിന്നീട് അതിലൊക്കെയാണ് നാട്ടിലെ കഴിച്ചോ? ഞാൻ കൊച്ചിനെ അടുത്ത് പോകുന്ന പിള്ളേരില്ല. ഇങ്ങനൊന്നും നിന്നാൽ ഇപ്പം ബോധത്തില്ല. ഉണ്ടോ? പല വേലയും പുള്ളിയുടെ കയ്യിലുണ്ട്. എല്ലാവരും ഞാനാണ് എടുക്കാം. കഴിച്ചോ? കമ്മിറ്റിയിലൊക്കെ പോകണം.